ഹായ്, മക്കൾ സ്കൂളിൽ പോകുന്ന സമയം, അതായത് സ്കൂൾ ബസിന്റെ അടുത്ത് മക്കൾ യൂണിഫോം ഒക്കെ ഇട്ട് റെഡിയായിട്ട് ഇറങ്ങി നിൽക്കുന്നത് വരെയുള്ള സമയം നമ്മൾ അമ്മമാര് ഒരു പടയാളിനെ പോലെയാണ്, ഒരു അങ്കത്തട്ടിൽ നിൽക്കുന്ന പടയാളിയെ പോലെ. അങ്ങനെ ഒന്ന് പൊരുതി കഴിഞ്ഞാലേ ആ സമയത്ത് അവരവിടെ എത്തുള്ളൂ. എന്നാൽ സാധാരണ ഈ അങ്കത്തട്ടിൽ ഞാൻ പകുതി സമയം ഉണ്ടാവാറുള്ളൂ. ബാക്കി സമയം എൻ്റെ ഭർത്താവാണ് ആ യുദ്ധം നയിക്കുന്നത്. ഞാൻ അതിന് മുന്നേ സ്കൂളിൽ പോകട്ടോ. അപ്പോൾ അപ്പനും അമ്മയും കൂടെ സ്കൂളിൽ അവരെ കയറ്റിവിടാൻ നിൽക്കുന്നത്, സ്കൂൾ ബസ്സിൻ്റെ അടുത്ത് നിൽക്കുന്നത് അവർക്ക് ഭയങ്കര സന്തോഷമായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനും കൂടെ ഇറങ്ങാറുണ്ട്. ഇതാണ് ഞങ്ങളുടെ മരംകേറി ഹൗസ്. ഭാവിയിൽ ഞങ്ങൾക്ക് ചക്കയും മാങ്ങയും തേങ്ങയും ഒക്കെ പറിച്ചു തരാനുള്ള ആളാണ് കേട്ടോ. 10 മണി ആവുന്നല്ലേ ഉള്ളൂ, 10 മണി പൂക്കളൊക്കെ വിടർന്ന് വരുന്നതേ ഉള്ളൂ. പക്ഷെ നമുക്കൊരു പണിയുണ്ട് കേട്ടോ. കുട്ടികൾ ഏതായാലും ഇന്ന് എക്സാം കഴിഞ്ഞ് നേരത്തെ വരും. അവർ വരുമ്പം ഇവിടെ ഒന്ന് പരതാതിരിക്കില്ല. അപ്പോൾ വറുത്തതും പൊരിച്ചതുമായ സാധനങ്ങൾക്ക് ഒന്ന് ചെറിയ ഇടവേള നൽകാൻ പറ്റിയൊരു സാധനമുണ്ട് നമ്മുടെ കയ്യിൽ, റവലഡു. അപ്പോൾ നമുക്ക് റവലഡു ഉണ്ടാക്കാൻ പോവാം. ആദ്യം ഒരു 2 കപ്പ് റവ എടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ഇത് വറുത്തിട്ട് ആറാൻ വെക്കുന്ന നേരം കൊണ്ട് മിക്സിയുടെ ബൗളിലേക്ക് ഒരു 3 ഏലക്ക ചേർത്തിട്ട് പഞ്ചസാരയും കൂടെ പൊടിച്ചെടുക്കുക. 2 കപ്പ് റവയാണെങ്കിൽ 1.5 കപ്പോളം പഞ്ചസാര ധാരാളമാണ് കേട്ടോ. നമ്മുടെ മധുരം അനുസരിച്ച് ഇതിൽ നിന്ന് കുറയ്ക്കാവുന്നതാണേ. ഈ പഞ്ചസാര പൊടിച്ച അതേ ബൗളിലേക്ക് തന്നെ റവ ആറിയ ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒരു വലിയ ബൗളിലേക്ക് വേണം നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് നട്ട്സും കിസ്മിസും ഒക്കെ നെയ്യിൽ വറുത്തെടുത്ത് ഇതിലേക്ക് ചേർക്കാം. നെയ്യിലൊന്ന് വറുത്തെടുക്കുമ്പോൾ തന്നെ അതിനൊന്ന് സോഫ്റ്റ്നെസ് ഒക്കെ വരും കേട്ടോ, കുറച്ചും കൂടി നമുക്ക് അങ്ങനെ പിടിക്കാൻ പാകത്തിന്. പക്ഷേ ഒരു 1/4 കപ്പ് പാലും കൂടി, തിളപ്പിച്ചാറിയ പാലാണ്, അതും കൂടി ചേർത്തിട്ട് പതുക്കെ മിക്സ് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഇത് കുഴച്ചിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പാകമാകുന്ന വരെ നമുക്ക് പാലൊഴിച്ചാൽ മതി. ഏകദേശം 1/4 കപ്പ് മതിയാവും കേട്ടോ. ഇത് പുറത്ത് ഏകദേശം ഒരു 3-4 ദിവസം വരെ ഒരു കുഴപ്പമില്ലാതിരുന്നുള്ളൂ കേട്ടോ. പിന്നെ 1-3 ദിവസം കഴിയുമ്പോഴത്തേക്കും പതുക്കെ ഒന്ന് ഫ്രിഡ്ജ് വെച്ച് നമുക്ക് ആവശ്യ അനുസരണം പുറത്തെടുത്ത് തണുപ്പൊക്കെ പോയിട്ട് കഴിക്കാം കേട്ടോ. ഇനി ഈ പരീക്ഷ കഴിഞ്ഞ് വരുന്ന കുഞ്ഞു പിള്ളേർക്ക് നമുക്ക് ഇച്ചിരി നാരങ്ങ വെള്ളം കൂടെ ഉണ്ടാക്കി വെച്ച് പോയേക്കാം. അപ്പം ഇതിനായിട്ട് ഞാൻ പുതിനയില നേരത്തെ അരിഞ്ഞിങ്ങനെ ഫ്രീസറിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ കൂടുതൽ ചേർക്കുന്നത്. അപ്പം നല്ലൊരു റിഫ്രഷിങ്ങും കൂടി ആയിരിക്കും. നല്ല ക്ഷീണമൊക്കെ പെട്ടെന്ന് മാറാൻ നല്ല കേട്ടോ. അപ്പോൾ ഇത് മിക്സിയിലടിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫ്രിഡ്ജിൽ തണുക്കാൻ വെച്ചിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്നത്തെ ദിവസം സ്കൂളിലേക്ക് പോകുന്നത്. അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിലെത്തി. ഇനി സ്കൂളിൽ പോവുകയാണ്. അപ്പം അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.